ഇവിടെ ഒരു നിയമമേ ഉള്ളൂ, അത് നീ ആയിരുന്നാലും ശരി, ഞാനായിരുന്നാലും. അവള് കട്ടിലിൽ കയറി കമന്നങ്ങ് കിടന്ന് എന്നിട്ട് എന്നോട് പറയാ അടുക്കളയിൽ പോയി എണ്ണ എടുത്തോണ്ട് വെച്ച് ഉത്തരത്തി ഒരു കയറും കെട്ടിട്ട് ഇങ്ങനെ. അതൊക്കെ എന്തൊരു സ്റ്റൈലടേ. നിങ്ങളെ പേരിൽ എന്തൊക്കെയാ അവിടെ ഉള്ളത്? നമ്മളെ പേരിൽ കുറച്ച് പേര് ദോഷമൊക്കെ ഉണ്ട്. കൈവശം വെക്കണമെങ്കിൽ ലൈസൻസ് വേണം. ലൈസൻസ് ഇല്ല, എന്റെ ആധാർ കാർഡ് ഉണ്ട്, അത് മതി. എന്തിനാ ഉണ്ടെന്നോ കൂടെ ലിങ്ക് ചെയ്യിക്കാം. Hello everyone and welcome to Comedy Master. ഹായ് തങ്കു, ഭയങ്കര പിങ്കി പിങ്കി ആയിട്ടിരിക്കുന്നല്ലോ തങ്കു. പിങ്കി ലിറ്റിൽ സ്റ്റാർ. ശ്വേചി ചിന്തിയടാ, ഒച്ച മാത്രമേ കേൾക്കുന്നുള്ളൂ, മാത്രമേ അവിടെ കാണുന്നുള്ളല്ലോ. ഇതാണ് എന്റെ ബാക്ക് സൈഡ് സ്റ്റക്ക്. ഞാൻ നീട്ടാൽ ഇത് എന്റെ കൂടെ ഇത്രയും വലുതാ. ഇന്ന് ഞാൻ നടന്നാൽ എന്റെ കൂടെ ഒരു സോഫ ഉണ്ടാവും കൂടെ. ഇല്ലേ ചേച്ചി, ഇവിടെ നോക്കുമ്പോഴേ ചേച്ചിയുടെ തല മാത്രം ആരോടെ കൊണ്ടുവച്ചിട്ട് പോയേക്കും. മോനെ, ഞാൻ എണീറ്റ് നിന്നാൽ ചേച്ചി അതിന്ന് വിട്ടില്ലല്ലേ? അവിടെ തന്നെ ആയിക്കല്ലേ? അല്ല മക്കളെ, നമ്മൾ ഇങ്ങനെ ഇരുന്നാ മതിയോ? നമുക്ക് അവിടെ പരിപാടി അങ്ങ് ഓൺ ആക്കണ്ടേ? പ്രത്യേക സൈഡിൽ ഒരു ആബ്സെൻസ് ഫീൽ ചെയ്യുന്നുണ്ടോ? അയ്യോ, കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ ഇന്ന് ഏത് ടീമാണ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ പറയുന്നില്ല, പക്ഷെ അത് വീഡിയോ പറയും. കണ്ടോളൂ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടി കൊടുക്കണ മലബാർ ബീഫ് സാധനം. അതെ, പച്ചമയമാണല്ലോ, പച്ചമയമാണ്. പക്ഷെ ഇവരാണ് നമ്മുടെ സ്വന്തം വില്ലേജ് ഫുഡ് കേരള. ഇവരുടെ ഒരു പവറും ഇവരുടെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് നമ്മളെല്ലാരും ഒരുപാട് സോഷ്യൽ മീഡിയ കൂടെ കണ്ടിട്ടുള്ളതാണ്. സുഖമായിട്ടിരിക്കുന്നു എല്ലാരും? ഇന്ന് ഭയങ്കര അടിപൊളി ലുക്കിലാണല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. എന്താണ് ഈ കണ്ണാടിയൊക്കെ വെച്ച്? ഇന്നത്തെ ദിവസം ഒരു വമ്പം പ്രത്യേകമുള്ള ദിവസമാണ്. ഞങ്ങൾ എന്താന്ന് പറഞ്ഞുതരാം. അതെ, പത്തനംതിട്ടയിൽ ജനിച്ച് റെയ്ബാൻ ഗ്ലാസ് വെച്ച് തോള് ചരിച്ച് മലയാളികളുടെ അഭിമാനമായ നമ്മുടെ സ്വന്തം ലാലേട്ടൻ. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടൻ. വെറുതെ ആണോ ഇത്രയും നല്ല അടിപൊളി എന്താ പറയുക ലുക്കിൽ വന്നിരിക്കുന്നത്, റേബാനൊക്കെ വെച്ചിട്ട്? അപ്പൊ നമുക്ക് ഇവരുടെ ഒക്കെ പേരുകളൊക്കെ നമുക്കൊന്ന് അറിയണം. കാരണം നമ്മൾ അവരെ ആകെ കാണുമ്പോൾ മറ്റേ വില്ലേജ് ഫുഡ് കേരള എന്നുള്ള പേരിലല്ലാണ്ട് ശരിക്കുള്ള പേര് നമുക്ക് അറിയത്തില്ല. അപ്പൊ എന്തായാലും പേര് ഒന്ന് പറഞ്ഞു. എന്റെ പേര് ശാരദ. ശാരദ എവിടുന്നാ വരുന്നേ? പാലക്കാട് മുണ്ടൂര്. പറഞ്ഞു പറഞ്ഞു ആ സ്ലാങ്ങിൽ തന്നെയായി. ഞങ്ങള് സ്വന്തം ഭാഷയാണത്, ഞങ്ങൾ തന്നെ വരുള്ളൂ. അങ്ങനെ തന്നെ വരുള്ളൂ. അതെ, ശരി, ഓക്കെ. അടുത്ത ചേച്ചി പേരെന്നാ? ജയപ്രഭ. ജയപ്രഭ. ചേച്ചിയുടെ സ്ഥലവും മുണ്ടൂര് തന്നെയാണ്. എന്റെ പേര് രജനി, ഞാൻ കൽപ്പാത്തി. കൽപ്പാത്തി. എന്റെ പേര് ധന്യ, മുണ്ടൂര്. മുണ്ടൂര്. എന്റെ പേര് ഷീജ, മുണ്ടൂര്. മുണ്ടൂര്. ഓക്കെ. നിങ്ങളൊക്കെ എങ്ങനെയാ പരിചയപ്പെട്ടത്? ഞങ്ങളെല്ലാവരും ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നവരാ. തേജസ് ബേക്കറി എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിൽ ബേക്കറിയിൽ വർക്ക് ചെയ്യുന്നവരാ. അപ്പൊ ഈ ബേക്കറിയുടെ ഇടയ്ക്ക് എങ്ങനെയാണ് നിങ്ങൾ ഈ കുക്കിങ്ങില് സമയം കണ്ടെത്തുന്നേ? ഇതില് ഏറ്റവും കൂടുതൽ പറയേണ്ടത് വെച്ചാൽ ഓണറാണ്. അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് ശരി അങ്ങനെ തുടങ്ങിയത്. ചെയ്തോളൂ എന്ന് പറഞ്ഞു. ചെയ്തോളൂ. പക്ഷെ എന്തായാലും ഭയങ്കര അടിപൊളിയാണ് നിങ്ങളുടെ ചാനലാണെങ്കിലും വീഡിയോസും കാര്യങ്ങളും ഒക്കെ. അപ്പൊ എന്തായാലും ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ലാലേട്ടന്റെ ബർത്ത്ഡേ. ലാലേട്ടന്റെ ബർത്ത്ഡേ. ശ്വേത ചേച്ചി, ചേച്ചിനോട് ചോദിക്കട്ടെ, ബിക്കോസ് ലാലേട്ടനുമായിട്ട് വളരെയധികം ക്ലോസ് കണക്റ്റഡ് ആണ് ശ്വേത ചേച്ചി. ലാലേട്ടന്റെ ബർത്ത്ഡേ വിഷസ് ഇത് കയ്യോടെ ഒന്ന് കൊടുത്തേക്കുകയും ചെയ്യും. ഓ ഷുവർ. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാരും, ഞാൻ മൂപ്പരെ എപ്പോഴും വിളിക്കുന്ന ഒരു വേർഡ് ലാലേട്ടനല്ല, ഞാൻ വിളിക്കുന്നത് ലാട്ടാന്നാണ്. അത് ഞാൻ സിനിമ വരുന്നതിന് മുമ്പ് തന്നെ അച്ഛനമ്മേൻ്റെ നമ്മുടെ ഫാമിലീനെ അറിയുന്ന ഒരാളാണ്. പിന്നെ ഒബ്വിയസ്ലി ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ വന്നു, ഒരുപാട് ഷോസ് ചെയ്തു, സിനിമകൾ ചെയ്തു. മൂപ്പരുടെ ഒരു കൂളായ ഒരു ആറ്റിറ്റ്യൂഡാണ് ഏറ്റവും ആദ്യം നമ്മളെല്ലാവരും പഠിക്കുക. അല്ലാതെ ഹി ഡസൻറ്റ് ടേക്ക് എനിത്തിങ് ടു ഹാർട്ട്. വേറെന്താ, ഐ എം ജസ്റ്റ് വിഷിങ് ഹിം ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് ഹാപ്പി ബർത്ത്ഡേ ലാട്ട. മൂപ്പരുടെ ഇപ്പോഴത്തെ ഒരു സിനിമ
തുടരും. കറക്റ്റ് വേർഡാണ്. ലാലേട്ടന്റെ ജേർണി ഇങ്ങനെ തന്നെ ജീവിതത്തിൽ ഇങ്ങനെ തുടരട്ടെ. ലാട്ടാ, ലവ് യു ഉമ്മ. അപ്പൊ നമ്മളായിട്ട് ഇന്ന് നിങ്ങളാണ് സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. ഹാപ്പി ആണോ? ഹാപ്പിയാണ്. ലാലേട്ടന്റെ സ്പെഷ്യൽ ബർത്ത്ഡേ കൂടിയാണ് ഇന്ന്. അപ്പൊ നമ്മളോടൊപ്പം ഫുൾ അടിച്ച് പൊളിക്കാ, ചിരിക്കാ. ഓക്കെ, എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ ഞങ്ങൾക്ക് വേണ്ടി? ഞങ്ങൾ ഞങ്ങളുടെ പാലക്കാട് അരിമുറുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അറിഞ്ഞപ്പോ തന്നെ എന്തെങ്കിലും ഉണ്ടാവുന്ന ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കൊണ്ടുവന്നിട്ടുണ്ട്, എല്ലാവർക്കും കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ കിട്ടും അരിമുറുക്ക്? കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങള്. അത് തായോ? അതാ എവിടെ നമ്മുടെ അരിമുറുക്ക്? ഈശ്വരാ, ഇവര് കൊണ്ടുവന്ന അരിമുറുക്ക് ഇവിടെ വെച്ചിരിക്കുകയാണ്. പോയി ഫ്ലോറിൽ കയറി വരുമ്പോ വാങ്ങിക്കൊണ്ട് പോയാ. നിങ്ങളുടെ ഇതൊക്കെ ക്യാമറ ചെയ്യുന്ന ആരാ? അപ്പൊ ഞങ്ങളുടെ ഒരു ക്യാമറമാൻ ഉണ്ട് ഞങ്ങളുടെ കൂടെ. എവിടെ? അപ്പൊ ക്യാമറമാനോട് പറ അരിമുറുക്കായിട്ട് ഇങ്ങോട്ട് വരാൻ. വാ, അങ്ങോട്ട് വാ, അങ്ങോട്ട് വാന്ന്. Thank you. പാലക്കാടൻ അച്ചപ്പവും അരിമുറുക്കും നല്ല ഫ്രഷ് സാധനം ഇവിടെ എന്റെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. ഇത് ചെറുതല്ല, നല്ല വലിയ സാധനങ്ങൾ തന്നെയാണ്. അതും ഒരു കൊട്ട നിറച്ച് കിട്ടിയിരിക്കുകയാണ്. താങ്ക് യു. എന്തോ ഞാൻ ആരും വിളിച്ചാ കേക്കത്തില്ല. ഇല്ലില്ല, എനിക്ക് കേക്കണ്ട. 7 ഇനം പലഹാരമല്ലേ? അണ്ണ നിങ്ങളെ 7ാം മാസം വിളിച്ചോണ്ട് പോകാമെന്ന് 7 പലഹാരം ഉള്ളത് കൊണ്ട് 2 ഉള്ളൂ. അല്ലേ? ഇത്രയും കൊണ്ടുവന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇവിടെ പെർഫോമൻസ് കിടക്കുമ്പോഴേ ഇവിടെ ഫ്യൂഷൻ ആയിരിക്കും. ഉറപ്പായിട്ടും. ഇത് ഇതാരാ? ഈ 2 പയ്യന്മാരായിരിക്കാ? ഇത് ഞങ്ങളുടെ ക്യാമറമാനാണ് ഒന്ന്. ആഹാ, ഒന്ന് ക്യാമറമാനാണ്. ആരാ ക്യാമറമാൻ? പേരെന്നാ? കാർത്തിക് ആണ് അപ്പൊ ക്യാമറ മൊത്തം ചെയ്യുന്നത്. ആൻഡ് മറ്റേ ആളുടെ പേര്? എന്റെ പേര് അജയ്. ഹായ് അജയ്. എന്താ ചെയ്യുന്ന അജയ് ഇവരുടെ കൂട്ടത്തിൽ? ഞാനിവിടെ കണ്ടന്റ് ക്രിയേറ്റർ ആണ്. ആണ്. പക്ഷെ എളുപ്പമല്ലേ? കണ്ടന്റ് അധികം വലിയ നോക്കിക്കോളും. ഇവർക്ക് തന്നെ എല്ലാം ഉണ്ട്. ഫ്ലോയിൽ വിട്ടുപോയാൽ മതി. അപ്പൊ ഇന്നത്തെ ഈ കണ്ടന്റ് ആരുടെ ഐഡിയ ആയിരുന്നു? ചേച്ചിമാർ തന്നെ അയ്യോടാ, സോ ക്യൂട്ട്. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഒരു കൊട്ടം നിറച്ച് സാധനങ്ങൾ ഇങ്ങനെ കൊണ്ടു തന്നപ്പോ ഞങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റുന്ന സ്നേഹവും തമാശയും ചിരി മാത്രമാണ്. മതി, അത് മതി, ഞങ്ങൾക്ക് അത് മതി. അത് കേട്ടാ മതി. നമുക്ക് എന്ത് വേണം? അതെ, എന്റെ ജോലി പോകുന്ന തോന്നിട്ടോ. എന്നെക്കാട്ടിലും വർത്താനം പറയുന്നുണ്ട്. ശരി, അപ്പൊ നമുക്ക് ഇനി കൂടുതൽ വർത്താനം പറയണ്ട. നമുക്ക് ഇരുന്ന് ചിരിക്കാനുള്ള സമയമേ ദേ അവിടെയാണ് നിങ്ങളുടെ സീറ്റ്. ശരി, നമ്മളോട് ഇരിക്കുക, എൻജോയ് ചെയ്യാം. ഓക്കെ ഓക്കെ. എനിക്ക് കൈയടിക്കാൻ പറ്റില്ല, എല്ലാം പൊടിഞ്ഞു. ചേച്ചിമാര് ഹാപ്പി അല്ലേ? ഞാൻ അതിലേറെ ഹാപ്പിയാ. ഓരോന്നും കഴിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റും. അത് ഞാനേ നിന്റെ അമ്മന്റെ അടുത്തൊരു കാര്യം പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അത് മറന്നുപോയി. എന്താന്നറിയോ, ഇന്ന് നിന്റെ മമ്മിയുടെ ബർത്ത്ഡേ അല്ലേ? അപ്പൊ പറഞ്ഞ് നിന്നെ അങ്ങനെ വണ്ണം കൂടാൻ സമ്മതിക്കരുതെന്ന്. ഞാൻ അത് മറക്കുകയും ചെയ്തു. പണ്ടത് ഞാൻ എന്തെങ്ങനെ ചെയ്യും? ഇങ്ങനെ വെക്കണേ, അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തുള്ളൂ. ആർക്കെങ്കിലും ഒരു അയൽക്കൂട്ടം ഫീൽ ചെയ്തു? ആഹാരം കണ്ടിട്ടില്ല. എന്തായാലും ലാലേട്ടന്റെ ബർത്ത്ഡേ നമുക്കും കൂടെ സ്പെഷ്യൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ചേച്ചിമാരും കിടിലമാണ്. ചേച്ചിമാര് കൊണ്ടുവന്ന പലഹാരവും നല്ലതാണ്. കറുമുറ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചെറിയ സർപ്രൈസ് ഞാൻ തരാൻ പോവാണ്. വേറെ ഒന്നുമല്ല, എല്ലാവർക്കും ലാലേട്ടൻ്റെ സിനിമകളുടെ പേരുകൾ അറിയാം, കഥാപാത്രങ്ങൾ അറിയാം. പക്ഷേ റിലീസിങ് ഡേറ്റോ അല്ലെങ്കിൽ ഇത് എന്നാണ് റിലീസ് ചെയ്ത ആ ഒരു ഓർഡറൊക്കെ എന്ന് പറയുന്നത് വളരെയധികം ഡിഫിക്കൽട്ട് ആയിരിക്കും ഓർത്തിരിക്കുക എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ ഓർത്തിരിക്കുന്ന ഒരു ഹാർഡ് കോർ ലാലേട്ടൻ ഫാൻ ഒരിക്കൽ നമ്മുടെ എപ്പിസോഡിൽ വന്നു. അതിനുശേഷം ആ വ്യക്തിയോട് നമ്മൾ പറഞ്ഞു ആഗ്രഹങ്ങളെല്ലാം സാധിക്കട്ടെ എന്ന് പറഞ്ഞു പോകുന്ന ആ വ്യക്തിക്ക് എന്താണോ ആഗ്രഹിച്ചത് അത് സാധിക്കുകയും ചെയ്തു. അതായത് ലാലേട്ടനെ കാണാനും സാധിച്ചു. അപ്പൊ ആ പറയുന്ന വ്യക്തി എന്ന് പറയുന്നത് അലിനു ആണ്. അപ്പൊ അലിനുവിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ലെറ്റ്സ് വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ് മിസ്റ്റർ അലിനു. ഒരുപാട് സന്തോഷമുണ്ട് അലിനു. വെൽക്കം ബാക്ക് ടു കോമഡി മാസ്റ്റേഴ്സ്. ഒരു പക്ഷെ ഇവിടുന്ന് പോയതിനു ശേഷം ഒരു ഒറ്റ പറക്കലായിരുന്നു. അതെ, ചെറുതായിട്ട്. അന്ന് വന്നത് ഒരു അത്യാവശ്യം അടിപൊളി വേഷത്തിലാണെങ്കിൽ ഇന്ന് ഭയങ്കര വലിയ വേഷത്തിലാണല്ലോ വന്നിരിക്കുന്നത്. എന്താണിത്? ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ ഒരു മെഡൽ ഉണ്ട്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ മെഡലുമായിട്ടാണ് തിരിച്ചത് ഇവിടെ വന്ന് നിൽക്കുന്നത്. എന്താണ് സംഭവം അലിനു? ഇത് അന്ന് പരിപാടി ചെയ്തിട്ടില്ലേ? അപ്പൊ അതിനുശേഷം ഞാൻ റെക്കോർഡിന് വേണ്ടി അപേക്ഷിച്ചിരുന്നു. അപ്പം അങ്ങനെ റെക്കോർഡ് കിട്ടി. പക്ഷെ അതല്ല ഏറ്റവും വലിയ കാര്യം. നമ്മുടെ പരിപാടി കഴിഞ്ഞ ശേഷം ഏറ്റവും വലിയ ആഗ്രഹം, അലിനുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ലാലേട്ടനെ കാണണം എന്നുള്ളതായിരുന്നു. കണ്ടു. കൂടെ നിന്ന് ഫോട്ടോ എടുത്തു. ഫോട്ടോ അടിപൊളി.
ഈ ആഗ്രഹത്തിന് പിന്നാലെ പോകുന്ന സമയത്ത് ഒരുപാട് ചാനലുകളിലേക്ക് ഞാനിങ്ങനെ ഒരു വേദി കിട്ടാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷേ അമൃത TV ആണ് എനിക്കൊരു അവസരം തന്നത്. താങ്ക് യു അമൃത TV. പ്രോഗ്രാം കോർഡിനേറ്റർ അരുണേട്ടനാണ് എന്നെ വിളിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയത്. അപ്പോൾ താങ്ക് യു അരുണേട്ട. അന്ന് നമ്മളെടുത്ത് ഇവിടെ വന്നു നിന്ന് നമ്മുടെ ഷോയിലെല്ലാം പറഞ്ഞു, ഫുൾ പേരുകൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞെട്ടിച്ചു. പക്ഷെ അത് ഓൾറെഡി നമുക്ക് അറിയാവുന്ന ഒരു കാര്യമായിരുന്നു. ഇന്ന് നമുക്ക് വേറെ രീതിയിൽ എല്ലാവരെയും ഞെട്ടിക്കണം. അത് ഞാൻ കുറച്ചുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്തു. അതായത് സിനിമകളുടെ പേര് മാത്രമല്ല, സിനിമകളുടെ പേര് പറയുകയാണെങ്കിൽ ഞാൻ അതിലുള്ള കഥാപാത്രത്തിന്റെ പേര് കൂടിയും പറയാൻ ശ്രമിക്കാം. കഥാപാത്രങ്ങളുടെ പേരുകളും കൂടെ പറയാൻ ശ്രമിക്കാം. കൊള്ളാം. ശ്വേത ചേച്ചിയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ലാട്ടയുടെ ഒരു മൂവി. കാക്കക്കുയിൽ. ശിവരാമൻ. ഒറ്റടിക്കാനെ കിട്ടിയ സർവകലാശാല. ലാൽ. ആണോ? ലാലേട്ടൻ. ലാലേട്ടന്റെ പേര് ലാലേട്ടൻ എന്നാണ്. ലാൽ. അതെ. പിൻഗാമി ക്യാപ്റ്റൻ വിജയ് മേനോൻ. ഞാൻ ചോദിക്കട്ടെ, വാമനപുരം ബസ് റൂട്ട്. ലിവർ ജോണി. പൊളി പൊളി പൊളി. ചേച്ചിമാരെ, ദേവാസുരം. മംഗലശ്ശേരി നീലകണ്ഠൻ. ഭയങ്കര ബുദ്ധിമുട്ടായി പോയി കേട്ടോ അത്. പുള്ളിക്കാരൻ ആക്ച്വലി റിലീസിംഗ് ഡേറ്റ് ഉൾപ്പെടെ പറയുന്ന ഒരു വ്യക്തിയാട്ടോ. ജസ്റ്റ് നോക്കുവാണേ. 90 ആദ്യ സിനിമ എ ഓട്ടോ. അപ്പോൾ എ ഓട്ടോ, അക്കരെ അക്കരെ അക്കരെ, നമ്പർ 20 മദ്രാസ്, മിൽഹി സൈനസ് അബ്ദുള്ള, മുഖം, കടത്തനട അമ്പാടി, താഴ്വാരം, അർഹത, ഇന്ദ്രജാലം, അപ്പു, ലാൽസലം, ധനം, ഭരതം, വസ്തുവാരം, വിഷ്ണുലോകം, അങ്കിൽപണി, കിലുക്കം, ഉള്ളടക്കം, കിഴക്കുണ്ടനും പക്ഷി, അഭിമന്യു, സദയം, കമലതളം, അഹം, രാശിൽപി, യോദ്ധ, അദ്വൈതം, സൂര്യഗായത്രി, നാടോടിയും വിയറ്റ്നാം കൊള്ളിയും, ഇതിനും ദേവാസുരം, ബട്ടർഫ്ലൈസ്, മായാമയൂരം, ഗാന്ധർവം, ജംഗോൽ, കളിപ്പാട്ടം, മണിച്ചത്താഴ്, പവിത്രം, പേന്മാൻ കൊമ്പത്ത്, പക്ഷി, മിനാരം, നിർണയം, സ്ഫടികം, തച്ചോൾ വർഗീസ്, ചേകവർ, മാന്ത്രികൻ, അഗ്നിവൻ, കാലാപ്പാനി, ദ പ്രിൻസ്, വർണ്ണപ്പകട്ടി, യാത്രമൊഴി, ചന്ദ്രലേഖ, ഗുരു, ആറനമ്പുരൻ, കന്മതം, ഹരികൃഷ്ണൻ, രക്സാക്ഷൽ, സിന്ദാബാദ്, അയാൾ കഥയതിയാണ്, സമ്മർണപത്ലയം, ഉസ്താദ്, ഒളിമിരന്തുണി, ആദം, വാനപ്രസ്ഥം, നരസിംഹം, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ, ശ്രദ്ധ ദേവതൻ, കാക്കക്കുയിൽ, രാവണപ്രഭു, പ്രജ, ഉന്നതങ്ങളിൽ, അച്ഛനാണ് എനിക്കിഷ്ടം, ഒന്നാമൻ താണ്ഡവം, ചതുരംഗം, മിസ്റ്റർ ഉമ്മചാരി, കിളിച്ചനും അമ്പഴം, ബാലേട്ടൻ, അരിയരമ്പിൾ ഹാപ്പിയാണ്, വാമനൂരും ബസ് റൂട്ട്, വിസ്മയ തുമ്പത്ത്, വാണ്ട്, നാട്ടുരാജാവ്, മഴക്കാലം, ഉദയനതാരം, ചന്ദ്രോത്സവം, മുടയോൻ നരൻ, തന്മാത്ര, കിലുക്കം കിലുക്കം, രസതന്ത്രം, വടക്കുന്നാഥൻ, കൃത്യക്കര, മാസമുദ്ര, ഫോട്ടോഗ്രാഫർ, ബാബക്കല്യാണി, ചോട്ടമുംബൈ, ഹലോ ഹലീബായി, പ്രദേശി, റോക്കനോൾ, ഫ്ലാഷ്, കോളേജ് കുമാരൻ, ഇന്നത്തെ ചിന്താവിഷയം, മേഘൽ സാക്ഷി, മാടമ്പി, ആകാശഗോപുരം, കുരുക്ഷേത്ര, 2020, പകൽ നഷ്ടങ്ങൾ, റെഡ് ചില്ലി, സാഗർലശാഖി, ഭഗവാൻ ബ്രഹ്മരം, ഏഞ്ചലോൺ, ഇവിടെ സ്വർഗമാണ്, അലക്സാണ്ടർ തകേട്, ശിക്കാർ കാണ്ടാര, കൃഷ്ണൻ ബ്രദേഴ്സ്, ചൈനട്ടോൺ, പ്രണയം, സ്നേഹവീട്, മരുഭൂമിക്കഥ, കാസ്നോവ, ഗ്രാൻഡ്മാസ്റ്റർ, സ്പിരിറ്റ്, റൺബീപരൻ, ലീല ഉലയിലെ, ലോക്പാൽ, റെഡ് വൈൻ, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, കടൽ കടന്നു മാത്തുക്കുട്ടി, ഗീതാഞ്ജലി, ദൃശ്യം, മിസ്റ്റർ ഫോർട്ട്, കൂതറ, പെരിശായി, രസം എന്നും എപ്പോഴും, ലീല ഉലയിലെ, ലോഹം, കനൽ, ഒപ്പം, പുലിമുരുകൻ, മുന്തിരിവള്ളികൾ തിളക്കുമ്പോൾ, 19th Century, ബിയോണ്ട് ദ ബോർഡേഴ്സ്, വെളിവാടിന്റെ പുസ്തകം, വില്ലൻ ആദ്യ നീരാളി, കായംകുളം കൊച്ചുണ്ണി, ഡ്രാമ, ഒഡിയൻ, ലൂസിഫർ, എട്ടിമണി, ബിഗ് ബ്രദർ, ദൃശ്യം 2, മരക്ക, അറബിക്കടലിലെ സിംഹം, ബ്രോഡാടി, ആറാട്ട്, 12th Man, മോൺസ്റ്റർ എലോൺ, നേര്, മലയക്കോട്ടെ, വാലിബൻ, ബറോസ്, ഓളവും തീരവും, എമ്പുരാൻ തുടരും. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഓക്കെ, ഇത് ഞങ്ങൾ അംഗീകരിച്ചു. എന്നാൽ ഞാൻ വേറൊരു ചോദ്യം ചോദിക്കാം. ലേഡി സൂപ്പർ സ്റ്റാർ എലീന പടിക്കൽ അഭിനയിച്ച ഒറ്റ പടം പറയാമോ? ഒന്നേ ഉള്ളൂ, എന്നാലും പറയാമോ? ഞാൻ അഭിനയിച്ച പടോ? ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെ സാധ്യതയില്ല. എന്നാലും ചേട്ടൻ കണ്ടിട്ടുണ്ട്. ഏതേട്ടാ? അരമുറി തേങ്ങയും ചെരവയും. കൈയടിച്ചോ കേട്ടോ. പൂച്ചയാണ് നായകനെന്ന്. ആയിക്കോട്ടെ, എന്നെ കളിയാക്കി. എന്തായാലും അലിനു ഇനിയും ഒരുപാട് ഒരുപാട് അവാർഡുകൾ നേടാൻ സാധിക്കട്ടെ. അലിനുവിനെ നമ്മളിപ്പോ കണ്ടെന്ന് പറയുന്നത് ലാലേട്ടൻ്റെ ഒരു കടുത്ത ഫാനായിട്ടാണ്. പക്ഷെ ഇതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട്. എങ്കിൽ ഒരു ഫീമെയിൽ ഫാനിനെ നമുക്കിനി കണ്ടാലോ? കാണണ്ട, അവരുടെ കഥ അങ്ങ് കേൾക്കാം. അതെ, എന്ത് പറയുന്നു? ചേച്ചിമാരെ റെഡിയാണോ? ദാ വരുന്നു ആ കഥ. അതെ, എന്റെ കല്യാണം ഇന്നലെ കഴിഞ്ഞായിരുന്നേ. ഇന്നലെ രാത്രി എന്റെ ആദ്യ രാത്രിയായിരുന്നു. അണ്ണാ ഇത് അത് പറ, ഡീറ്റെയിൽ ആയിട്ട് പറ. കണ്ടവന്റെ ആദ്യ രാത്രിയൊക്കെ എന്തൊരു രസം. അത് നീ ഒരു കല്യാണം കഴിച്ചിട്ട് നിന്റെ ആദ്യ രാത്രി എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ ആദ്യ രാത്രി നിന്നോട് പറഞ്ഞു. ഞങ്ങളും കേൾക്കാം. അതുകൊണ്ട് ഞാൻ എന്തായാലും എന്റെ ആദ്യ രാത്രി നിന്നോട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്റെ കൂട്ടുകാരൻ പറഞ്ഞു, അവനോട് പറഞ്ഞോളാം. ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നിന്നെ കല്യാണം കഴിപ്പിച്ചത് എന്നെ വിളിക്കാനല്ല, മനസ്സിലായല്ല? ചുമ്മാ എന്നെ വിളിക്കണതിനാണ്. കറക്റ്റ് ആളാ. ഞാൻ ഇപ്പം വിളിച്ചു പോവേണ്ട അവസ്ഥയിൽ നിൽക്കുവാണ്. നീ മനസ്സിലാക്കണം, എന്റെ ആദ്യ രാത്രി സംഭവിച്ചത് എന്താണെന്ന് നിനക്കറിയാവോ? പെട്ടെന്ന് കയറി പറയല്ലടേ. ഇതിനൊക്കെ ഒരു മൂഡ് വരണം. ഒരു കുപ്പി എടുക്കണം, എന്നിട്ട് ആറ്റിന്റെ കരയിൽ പോയി ഇരിക്കണം, എന്നിട്ട് പച്ചത്തില് ഇങ്ങനെ തഞ്ചത്തില് അങ്ങ് പറയണം. അതല്ലേ നമ്മുടെ ക്ലബിന്റെ രീതി. ആദ്യമായിട്ടുള്ള ഇടിയിടിച്ച് കയറ്റി തന്നാ ഉണ്ടല്ലോ. എടാ, നീ ഉദ്ദേശിക്കണ സംഭവം അല്ലത്. പിന്നെ എടാ, എന്റെ ഭാര്യയില്ലേ, നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി ഒരു സ്ത്രീ അല്ല. കഷ്ടായി അല്ലേ? അതായത് ഞാൻ ഇന്നലെ എന്റെ കല്യാണമൊക്കെ കഴിഞ്ഞ ആദ്യ രാത്രിയാണല്ലോ, അവൾ ഒരു ഗ്ലാസ് പാലുമായിട്ട് വന്നു.
എന്നിട്ട് എന്റെ കയ്യിലോട്ട് ഇങ്ങനെ നീട്ടി. തരുമല്ലോ. ഞാനത് മേടിച്ചു. നല്ല ചൂടായതുകൊണ്ട് ഞാൻ മേശപ്പുറത്തോട്ട് വെച്ചു. പെട്ടെന്ന് പറയാളിയാ, പെട്ടെന്ന് പറയാളിയാ. എന്നിട്ട് അവൾ എന്നോട് പറയുക, എന്നോട് പറ ഐ ലവ് യു എന്ന്. നല്ല കാര്യമില്ലേ? എന്റെ ഭാര്യ എടുത്ത് ഐ ലവ് പറയണത് നല്ല കാര്യമില്ല. പറയാളിയാ. എന്നിട്ട് ഐ ലവ് യു എന്ന് പറഞ്ഞ അപ്പൊ അവള് പറയാ, ഇതെന്താന്ന് ഐ ലവ് യു ഇങ്ങനെയാണോ വേറെ ഐ ലവ് യു പറയാ? നീ വേറെ പറഞ്ഞു. എന്നിട്ട് വന്ദന സിനിമയിലുണ്ടല്ലോ, മോഹൻലാൽ ഗാഥയെ കൊണ്ട് പറയിപ്പിക്കുന്ന കണക്ക് അവൾ എന്നെ കൊണ്ട് ഐ ലവ് യു പറയിപ്പിച്ചടാ. അയ്യപ്പറ, നാട്ടുകാര് കേക്കും. ഇന്നലെ രാത്രി നാട്ടുകാർ മൊത്തം കേട്ട് അവര് വീട്ടിൽ വരികയും ചെയ്ത് നാണം കെടുകയും ചെയ്തു. എന്തിനാണ് ഇങ്ങനെ നിന്നെ കൊണ്ട് പറയിച്ചത്? അത് മനസ്സിലായില്ല. നിനക്ക് സംഭവം ഇത്രയും പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ലേ? ഇല്ല. എടാ, എന്റെ ഭാര്യ ഇല്ലേ, അവള് ഭയങ്കര മോഹൻലാൽ ഫാനാ. ഓ, മോഹൻലാലിന്റെ ആരാധിക. അങ്ങനെ പോരാത്തതിന് അവിടെ മുതുകത്ത് മോഹൻലാൽ എന്ന് പച്ച കുത്തി വെച്ചിട്ടുണ്ട്. അല്ല, നീ അത് പെണ്ണ് കാണാൻ കണ്ടില്ലായിരുന്ന? പിന്നെ പെണ്ണ് കാണാൻ ചെല്ലുമ്പോ പെണ്ണിനെ തിരിച്ചു നിർത്തിയിട്ട് മുതുകത്ത മോഹൻലാൽ നോക്കാൻ ചെന്നാ എന്റെ പേര് പത്രത്തിൽ വന്നേ. അതൊക്കെ പോട്ട് ഞാൻ ക്ഷമിച്ച്. ഒരു 10-12 മണിയാകുമ്പം അവള് കട്ടിലിൽ കയറി കമന്നങ്ങ് കിടന്നു. എന്നിട്ട് എന്നോട് പറയാ, അടുക്കളയിൽ പോയി എണ്ണ എടുത്തോണ്ട് വെച്ച് ഉത്തരത്തി ഒരു കയറും കെട്ടിയിട്ട് ഇങ്ങനെ അടുക്കളയിൽ പോയി എണ്ണ കയറ് കെട്ടി ഇങ്ങനെ നിൽക്കാൻ, അതൊക്കെ എന്തൊരു സ്റ്റൈലടേ. നീ ചിന്തിച്ച് അതിലോട്ട് പോലെ എന്റെ അവസ്ഥ മനസ്സിലാക്കി നീ പെരുമാറി. മനസ്സിലാവത്തണ്ടോ? എന്നിട്ട് അവള് മൊബൈൽ എടുത്തിട്ടേ ഏഴിമല പൂഞ്ചോല എന്ന് പറഞ്ഞൊരു പാട്ടങ്ങോട്ട് ഇട്ടിട്ട് അവള് സ്ഫടികത്തിലെ ആടുതോമയും ഞാൻ സിൽക്ക് സ്മിതയുടെ കയറി പിടിച്ചു നിർത്തി എന്നെ കൊണ്ട് വെളുക്ക തടവിപ്പിച്ചടാ. ഇങ്ങനെ നിർത്തി തടവിപ്പിച്ചെങ്കിൽ എന്ത്? ഇങ്ങനെ നിർത്തി എന്നെ കൊണ്ട് തടവിപ്പിച്ച ഈ മാട്ടപ്പൊക്കളും കാണിച്ചോണ്ടാ. അയ്യോ, പട്ടി അടിച്ചിട്ട് ഇഞ്ചക്ഷൻ എടുക്കാൻ പോലും ഈ മാട്ടപ്പൊക്കൾ ഞാൻ കാണിച്ചു കൊടുത്തില്ല. അതും കാണിച്ചില്ല. രാത്രി മുഴുവൻ നിന്ന് ഞാൻ തടവി അറിയാമോ. എന്നിട്ട് അവളിപ്പോ എവിടെ? അയ്യോ, വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ എവിടെ പോയെന്ന് എനിക്കറിയാൻ വയ്യ. ഇലാമാപ്പെടുമെന്നും പറഞ്ഞ് അച്ഛന് റബ്ബറിങ്ക അരച്ചു കൊടുത്തു. അങ്ങനെ അരം തിന്നോണ്ട് എവിടെ പോയി? അമ്മ ഈ വീട്ടിലില്ല. എന്റെ വീട് പൊട്ടിച്ചോറായട. അവൾ എവിടെ? അത് പറ. ആടുതോമയെന്നും പറഞ്ഞ് ഇവിടെ എവിടെയോ ഉണ്ട്. വരുന്നതിന് മുമ്പ് ഓടി രക്ഷപ്പെടാ. ഇവിടെ എവിടെയോ ഉണ്ടടാ. ഉണ്ട്. മുട്ടനാടിന്റെ ചന്തിയിലെ ചോര, അല്ല, മുട്ടനാടിന്റെ ചെങ്കിലെ ചോര, അതാണ് എന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം. എന്റെ ജീവൻ ടോൺ. നല്ല റൈബാൻ ഗ്ലാസ്. എന്റെ പൊന്നേ, എന്റെ പുതുപുത്തൻ റൈബാൻ ഗ്ലാസ്. ഇത് ചവിട്ടി പൊട്ടിച്ചാൽ നിന്നെ ഞാൻ പച്ചയ്ക്ക് കത്തിക്കും. ഭീഷണിയാണോ? എന്റെ ഭീഷണി ചില ഊച്ചാളി രാഷ്ട്രീയക്കാരെ പോലെ സ്ഥലം മാറ്റി കളയുന്നൊന്നുമല്ല, കൊന്നുകളയും. പുതിയ ആളായതുകൊണ്ടാ, ചോദിച്ചു നോക്ക്. നമുക്ക് ഓരോന്ന് വലിച്ചാലോ? ഓരോ സിഗരറ്റ് വലിക്കാം. വലിക്കണം, നല്ലതാണ്. എന്നെ അറിയാവുന്നവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നാർക്കോട്ടിക്സ് ഇസ് എ ഡർട്ടി ബിസിനസ്. ഇവിടെ അച്ഛനെ വിളിച്ചിട്ടുണ്ട്. അയാള് വരട്ടെ. ഇന്ന് രണ്ടിലൊന്നും എനിക്ക് അറിയാം. വരണ. എന്തിനു മക്കളെ വിഷയം? മക്കളെ, പറമ്പിലെ മുന്തിരി വള്ളികൾ തളിർക്കുമ്പോ നോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഭാര്യ വിളിച്ച് പറഞ്ഞത്, മുകുന്ദേട്ട സുമിത്രയുടെ ഭർത്താവ് വിളിക്കണമെന്ന്. പിന്നെ ഒന്നും ഞാൻ നോക്കിയില്ല, റൺ ബേബി റൺ വെച്ച് കൊടുത്ത് ഒറ്റ ഓട്ടം വെച്ച് കൊടുത്തെന്ന്. നേരെ വീട്ടിൽ നിന്ന് ഡ്രസ്സ് മാറി വാമനപുരം ബസ് റൂട്ടിൽ വന്ന് ബസ്സിൽ കയറി ബസ്സിന്റെ സൈഡ് സീറ്റിൽ ഇരുന്ന് എന്നിട്ട് നാടോടി കാറ്റ് കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ബസ്സിനകത്ത് ഭയങ്കര ഒരു ബഹളം. യാതൊരു വേട്ട വളിയം ബസ്സിനകത്ത് സാഗർ ഏരിയാസ് ജാക്കി എന്ന്. അപ്പൊ സാഗർ ഏരിയാസ് ജാക്കി എന്ന് പറഞ്ഞ് ബഹളം വെക്കണമെന്ന്. പിന്നെ ബസ് കുറച്ചു ദൂരം കൂടി മുമ്പോട്ട് ചെന്നപ്പോ അവിടെ ഭയങ്കര ബഹളം. അത് നെയ്യാറ്റിങ്കര ഗോവന്റെ ആറാട്ട് പോവായിരുന്നു. ഞാൻ അവിടെ ഇറങ്ങിയിട്ട് വന്ന ഒരു ഓട്ടോ കൈയാണ് ചേർത്തിട്ട് വീണ്ടും കോളനി വഴിയല്ലേ വന്നത്. മക്കളെ, ഇത് പിടി. മാമ്പഴ കാലമല്ലേ, കിളിച്ചുണ്ട മാമ്പഴ. പിന്നെ നടന്ന് മക്കളെ കുറച്ച് കാലാവധി കിട്ടുമോ? ഇത് പ്രോഡക്റ്റിന്റെ കുഴപ്പമല്ല, കമ്പനിയുടെ കുഴപ്പമാണ്. അതെ, അവന്റെ കൂട്ടുകാരനാണ് ചോദിക്കുകയാണ്, നിങ്ങളുടെ മകളെ ഇവിടെ കെട്ടിച്ചു വിടുന്നതിന് മുന്നേ നിങ്ങളുടെ മകൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായിരുന്നു? തൂവാലത്തുമ്പി പോലത്തെ പെണ്ണിനെ ഞാൻ വലിയ വരവേൽപ്പ് കൂടിയാണ് ഈ വീടോട് കെട്ടിച്ചു വിട്ടത്. നിങ്ങളെ തൂവാലത്തുമ്പി ഉണ്ടല്ലോ, ഇന്നലെ രാത്രി ഈ വീട്ടില് താണ്ഡവമായിരുന്നു. താണ്ഡവം. അവള് പോലെ വാനപ്രസ്ഥം കാണിച്ചാ മക്കളെ. വാനപ്രസ്ഥം മാത്രമല്ല, മഴ പെയ്യുന്നു മത്തളം കൊട്ടലും വരെ കാണിച്ചവളാ. വീട്ടിൽ ഇതുപോലത്തെ പ്രശ്നം ഉള്ളതുകൊണ്ടല്ലേ ഇങ്ങോട്ട് കെട്ടിയെടുത്ത് വിട്ടത്, അല്ല കെട്ടിച്ചു വിട്ടത്. മക്കളെ സത്യം പറയാല്ല, ഇടയ്ക്കിടയ്ക്ക് പരാക്രമം നടത്തോളൂ. പിന്നെ ഒരു ദിവസം ഒരു കോമ്പസും കൊണ്ട് ഇറങ്ങി ഓടി അപ്പുറത്തെ രവിയുടെ മോന്റെ വീട്ടിൽ. എന്നിട്ട് അവനെ വിളിച്ചിറക്കി അവന്റെ കയ്യിൽ കോമ്പസ് ഒരൊറ്റ കുത്ത്. എന്നിട്ട് അവിടുത്തെ പറയാണ്, ചാക്കോ മാഷ് എന്റെ അച്ഛനല്ല നിന്റെ അച്ഛനാണെന്ന്. അന്ന് ആ രവി നാട് വിട്ട് പോകാണ്, ഇവരോ തിരിച്ചു വന്നിട്ടില്ല.
പിന്നെ ഇന്നലെ വരെ ആ രവിയുടെ മോന് ഞാൻ ചെലവിന് കൊടുക്കണത്. അതെന്തിനെ? നാട്ടുകാര് പറഞ്ഞ് ഏതാണ്ട് എന്റെ ചായ കൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ മക്കളെ വേറൊരു കാര്യം, എന്നെ അച്ഛൻ നല്ല അവളെ വിളിക്കുന്നത്. എന്നെ വിളിക്കണതെന്ന് അറിയാവോ? റോഡാടിയെന്ന്. ഞാൻ ഒരു കാര്യം പറയാം, ഇവന്റെ ജീവിതം താറുമാറായി നിൽക്കുകയാണ്. അച്ഛൻ വിചാരിച്ചാലേ നടക്കുള്ളൂ. ഉപദേശിക്കണം. ഇന്നൊരു തീരുമാനം എന്റെ ജീവിതത്തിൽ ഉണ്ടാകും. സമാധി ഈ മാമയുടെ കയ്യിൽ തരാം. എടീ ഇങ്ങോട്ടിറങ്ങി വാടി. പ്രോഡാഡി, എന്തുണ്ട് വിശേഷം? സുഖമല്ലേ? എടി വീട്ടിൽ കിടന്ന് കാണിക്കും പോലെ പോക്കത്രം ഇവിടെ കിടന്ന് കാണിക്കുമല്ലോ. എടി എടോ അപ്പൻ എന്ന് പേരുള്ള തേർഡ് റേറ്റ് ചേറ്റേ, താൻ ആരാടോ? നാട്ടുരാജാവോ? എടോ തന്റെ തക്കട തരികട പരിപാടികളൊക്കെ നടക്കും. അത് ഇവിടെയല്ല, അങ്ങ് വീട്ടില് എന്റെ അമ്മയുടെ അടുത്ത്. എന്നെ ഇവിടെ കെട്ടിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ജീവിക്കാനും എനിക്കറിയാം. അതെങ്ങനെ? കൊടിയേറ്റ് നടത്താൻ അറിയാമെങ്കിൽ ഉത്സവം നടത്തൂ ഈ ജഗന്നാഥൻ. മക്കളെ എന്റെ കൈ നിൽക്കും തോന്നില്ല. നിന്ന് ജഗതി കളിക്കണ കള്ളക്കളവാ. ഇപ്പൊ ഇറങ്ങിക്കൂടെ ഈ പെണ്ണിനെ വിളിച്ചോണ്ട് എന്നെ ടെറർ ചെയ്യുന്നു. എടി നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. എങ്ങനെ? എടി നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമെന്ന്. എങ്ങനെ 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 എങ്ങനെ? അച്ഛനോടെ മോളോടെ ഞാൻ ഒരു കാര്യം പറയാം. തിന്താന്തരം ഈ വീട്ടിൽ പാടാൻ പോലുള്ള റൈറ്റ്സ് ഇല്ല. അപ്പോഴാണ് ഇവിടെ കിടന്ന് പാടുന്നത്. ഇനി ഇവിടെ കിടന്ന് അലമ്പ് കാണിച്ചാ ഞാൻ ഈ കത്തിയോട്ട് കുത്തിച്ചാവും. മക്കളെ മക്കളെ കത്തി തായറാ. മക്കളെ കത്തി തായറാ. എന്റെ അമ്മായി അച്ഛനാ പറയുന്ന കത്തി തായറാ. എന്റെ ജീവിതം തകർത്തു. എനിക്കിനി ജീവിക്കണ്ട. ഒന്നുകിൽ എവള് അല്ലെങ്കിൽ ഞാൻ. രണ്ടുപേരും കൂടെ ഈ വീട്ടിൽ നടക്കൂല. എല്ലാത്തിനും ഞാൻ പച്ചക്ക് കത്തിക്കും. മക്കളെ മക്കളെ അഭിനൊന്നും കാണിക്കരുത്. ഇവിടെ പ്രശ്നമൊന്നും കാണിക്കരുത്. പരിഹാരം ഉണ്ടാക്കാം. എടീ നീ ഒറ്റ ഒരുത്തേ കാരണം ഈ പ്രശ്നമൊക്കെ ഉണ്ടായത്. എന്താ മോനെ? നോയിക്കോ മക്കളെ, നീ പ്രശ്നം ഉണ്ടാക്കല്ലേ. വാ എടാ ഒന്ന് വിളിയടാ. മോഹന, മോഹന ഇറങ്ങി വാടാ. മോഹന. ആരാ? ആരാ? മനസ്സിലായില്ല. ആരാ? കണിമംഗലം കോവിലത്തെ ജഗന്നാഥൻ തമ്പുരാൻ. കണ്ടാലും പറയും. വല്ല ആവശ്യം ഉണ്ടായിരുന്ന എന്താണ് നീ മോഹൻലാലായ? ഞാൻ ഇവളോടെ ജീവിക്കാൻ പോയെന്ന് പറഞ്ഞുകൊണ്ട് ഗൾഫിൽ അകത്ത് നിന്നിട്ട് ഞാൻ ഗൾഫിലുള്ള എന്റെ മാമനെ വിളിച്ച്, മാമ എന്റെ ഭാര്യ ഭയങ്കര മോഹൻലാൽ ഫാൻസ് ആണ്, എനിക്ക് അവളോടെ ജീവിക്കാൻ പറ്റില്ല. അപ്പൊ മാമൻ പറഞ്ഞു നല്ലതല്ലേന്ന്. മോഹൻലാൽ ഫാൻ ആണെങ്കിൽ നീ ധൈര്യമായിട്ട് അവളോട് ജീവിച്ചോ, അവള് നിന്നെ പൊന്നുവല്ല നോക്കുന്നു. അതുകൊണ്ട് ഞാനും ഒന്നും നോക്കില്ല. ഇവളോടെ ജീവിക്കണമെങ്കിൽ ഇതേ ഉള്ളു പടി. കണിമംഗലം കോവിലത്തെ ജഗന്നാഥൻ. അപ്പോ ഞങ്ങൾ സന്തുഷ്ടരാണ്. അപ്പൊ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ആയി. നിങ്ങളുടെ ജീവിതം ഇങ്ങനെ പോവുകയാണെങ്കിൽ എന്നും എപ്പോഴും നിങ്ങളുടെ ജീവിതം തുടരും. ഹായ് ചേച്ചിമാരെ, ഹലോ. ഇതാണ് കോമഡി സിസ്റ്റേഴ്സ്. ഇവരിങ്ങനെയൊക്കെ ഇരിക്കുമെങ്കിലും ഇവർ 3 പേര് സിസ്റ്റേഴ്സ് ആണ്. കോമഡി പറഞ്ഞ് നമ്മളെ ചിരിപ്പിക്കാനായിട്ട് ഈ വേദിയിൽ ആദ്യമായിട്ട് വന്നിരിക്കുന്നതാണ്. അതിനൊരു നല്ല കൈയ്യടി കൊടുത്തേ. അല്ല റിയൽ ആടാ റിയൽ സിസ്റ്റേഴ്സാ. ആദ്യം പേര് ചോദിക്കട്ടെ. ചേച്ചിയുടെ പേരെന്നാ? പുഷ്പലത. ഗീത. രാധ. ശരി ചേച്ചി, അപ്പൊ ഇന്ന് ഇവിടെ സ്കിറ്റ് പെർഫോം ചെയ്യാൻ പോവാണ്. നിങ്ങൾ സ്കിറ്റ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ആരാ ഏറ്റവും കൂടുതൽ വഴക്കടിച്ചിട്ടുള്ള ഈ സ്കിറ്റ്? പച്ചക്കറി അല്ല പറഞ്ഞ ചേച്ചി പച്ചക്കറിയാ? അല്ല ഇങ്ങനെ കാണിച്ച അതാ പച്ചക്കറി. അപ്പൊ ഹിസ്റ്ററി ഒക്കെ നമുക്ക് ഇനി ചോദിച്ച വഴി അറിയാം. അപ്പൊ അതിന് മുമ്പേ നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന സ്കിറ്റ് ഫ്രഷ് ആയിട്ട് നമുക്കൊന്ന് കാണണം. അതിനറിയാലോ ഇവിടെ ബാറ്ററി ചാർജ് ചെയ്യണം. ആദ്യം നമുക്ക് ബാറ്ററി ഓപ്പൺ ആക്കാം. ബാറ്ററി ചാർജ് ആയിക്കോട്ടെ. ഓപ്പൺ ആയോ? സൂപ്പർ. അപ്പൊ ബാറ്ററി ഓൺ ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നിങ്ങൾ സ്കിറ്റ് അങ്ങോട്ട് പെർഫോം ചെയ്തോ. ഓക്കെ ചേച്ചിമാരെ, ഒരു ഓൾ ദി ബെസ്റ്റ് കൊടുത്തേ. ഓൾ ദി ബെസ്റ്റ്. വെളുക്കുമ്പോൾ കുളിക്കുവാൻ പോകുന്ന വഴിവക്കിൽ വേലിക്കൽ നിന്നവനേ, കൊച്ചു കേളിച്ചുണ്ടൻ മാമ്പഴം കാടിച്ചും കൊണ്ടെന്നോടു കിന്നാരം പറഞ്ഞവനേ, എന്നോട് കിന്നാരം പറഞ്ഞവനേ. എല്ലാ കുഞ്ഞിപ്പ എന്നെ ആരാ ഒളിഞ്ഞു നോക്കുന്നത്? നമ്മളിയാ
എന്റെ പൊന്നാരത്താത്തെ നമ്മൾ ആരും നോക്കിയിട്ടൊന്നുമില്ല. നമ്മളൊരു പാട്ട് പാടിയതാണ്. അല്ല നീ ഇങ്ങളെ കയ്യിൽ ഇപ്പൊ ഈ കവറൊക്കെ എന്റെ അടുത്ത് കുറച്ച് പഴമ്പൊരു ഉണ്ണിയപ്പൊക്കെ കൊണ്ടോണ്ടേ, അതിന് കൊണ്ടുവന്നാണ് ഞമ്മളിത്. എന്റെ റബ്ബേ, ഏതായാലും ഇപ്പൊ ഇങ്ങള് വന്നത് നന്നായി. അവിടെ വെച്ചാളി, ഇവിടെ വെക്കാം. ഈ അന്നെ പറ്റി നാട്ടുകാര് പലതും പറഞ്ഞ് നടക്കുന്നുണ്ട്. നമ്മളെ പറ്റി നാട്ടുകാര് പറഞ്ഞിട്ട് ഇനി ഞമ്മക്ക് എന്തിത്താ? എടീ ഒരിക്കലും പഴംപൊരില്ലേ, അതില് എണ്ണയില് മായം ചേർക്കുന്നുണ്ട്. നമ്മളോ? നമ്മള് പൊരിക്കുന്നതിൽ എണ്ണ ഇടുന്നില്ല, എന്നിട്ടല്ലേ എത്താത്ത പിന്നെ ഒരു കാര്യം കൂടെ എന്നോട് പറയാണ്ട്. എന്റെ അടുത്ത് ചക്കപ്പൊരി ഭയങ്ങില്ലേ, ഞാൻ അതിന്റെ കായും തന്നില്ല. ചക്കപ്പൊരിയിലെ വലിയൊരു പല്ലിന്റെ ബാല് നിങ്ങൾ ഇങ്ങോട്ട് കാട്ടിയത്. എടീ അത് കണ്ടപ്പോ നമുക്ക് വിഷമായടി. ഹലോ, എന്തേലും പല്ലി മുഴുവൻ ഇല്ലാഞ്ഞിട്ടേനി. കാക്ക കണ്ടപ്പോളെ ആക്രാന്ത പിടിച്ച് ഭാരി 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 ഇങ്ങനെ വീങ്ങടി. അതിന്റെ കൂടെ ആ പല്ലീന് വീങ്ങടി. ഇക്കാക്കിയോ? അല്ലെങ്കിൽ ഇക്കാക്കയ്ക്ക് ഇപ്പൊ എന്തെങ്കിലും പറ്റിയോ? ഇക്കാക്കൊക്കെ പറ്റടി. ഇക്കാക്ക പല്ലി ബാലാട്ടി 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 ഉള്ള പാറ്റേരൊക്കെ ഇങ്ങനെ തിന്നാടടി ഇക്കാക്കിയോ? ഇനിയിപ്പൊ എത്താ നമ്മള് കാട്ടണ? നമ്മള് എന്താണടി അതിന് കാട്ടേണ്ടത്? ഞാനേ ആശാ വർക്കറാ. അല്ലോ, കണ്ടതിൽ സന്തോഷം. നമ്മള് കുഞ്ഞീബി. ആയിക്കോട്ടെ, നമ്മളിപ്പം പോയിട്ട് വരട്ടോ. കുഞ്ഞീബിയെ എല്ലാ കണക്കെടുക്കാൻ വന്നതാ. അല്ലോ, നമ്മളിവിടെ ആരും കണക്കെടുക്കില്ലല്ലോ, നമ്മളൊക്കെ എഴുതലാണ്. ഇവിടെ ആരൊക്കെയാ ഉള്ളത്? ഇവിടെ ഇപ്പൊ നമ്മളേക്ക് മാത്രമേ ഉള്ളൂ. നിങ്ങക്ക് കുട്ടികൾ എത്രയുണ്ട്? ഞമ്മക്ക് ഇതുവരെ കുട്ടികളൊന്നും ഉണ്ടായിട്ടില്ല. അതെന്താ അതിന്റെ മാർഗം നോക്കിയില്ലേ? അല്ലോ, ഈ മാർഗം നോക്കണ ആളാണ് മോളെ. ആ ഔത്തെങ്ങനെ കൊയഞ്ഞു കിടക്കണ്, പിന്നെ എത്ത് മാർഗം നോക്കാനാണ്. നിങ്ങളെ പേരിൽ എന്തൊക്കെയാ അവിടെ ഉള്ളത്? നമ്മളെ പേരില് കുറച്ച് പേര് ദോഷമൊക്കെ ഉണ്ട്. നാട്ടുകാര് പറഞ്ഞുണ്ടാക്കിയതാ. അല്ല, ഇവിടെ എത്ര സെന്റ് സ്ഥലമുണ്ട്? ഇവിടെ ഇപ്പൊ ഇക്കാക്കയ്ക്ക് ഇപ്പൊ ഒരു 6 ഉണ്ട്. അല്ല, പമ്പാറ്, പെരിയാറ്, മണിമലയാറ്, ഇതിലൊക്കെ ഏതെങ്കിലും ആണ് നിങ്ങളെ കാക്കേന്റെ ആറ് പെടുവാ? അതിപ്പോ ഏതാറാന്ന് ഇപ്പൊ ഞമ്മക്ക് നിച്ചല്ല. എന്നാ ഞങ്ങൾക്ക് കുറച്ച് ബ്ലീച്ചിങ് പൗഡർ അങ്ങോട്ട് തരാം. ഹലോ, ഞമ്മക്ക് സന്തോഷായിട്ടോ. അതിനാ? ഹലോ, ഞമ്മളേക്കാണെങ്കിൽ ഹലോ എന്റെ കുഞ്ഞിബേജ് കുറച്ച് പൗഡർ ഇട് എന്ന് പറഞ്ഞു. മൂപ്പർക്കാണെങ്കിൽ മേല് മുഴുവൻ അങ്ങോട്ട് പൗഡർ ഇട്ടാണ്ട് കുളിപ്പിക്കണം. ഞമ്മക്ക് അഞ്ചരപ്പടെ പൗഡറും ഇല്ല. കുറച്ച് തോന്നി ഇങ്ങോട്ട് തന്നോളി. എന്താണിത്? ബ്ലീച്ചിങ് പൗഡർ ആണിത്. വെള്ളത്തിലിടുന്നതാണ്, വെള്ളം ക്ലീൻ ആക്കുന്നത്. ഇത് നിങ്ങൾക്ക് മുഖത്തിടുന്ന പൗഡർ അല്ലത്. റബേ, ഇപ്പൊ പറഞ്ഞത് നന്നായിട്ട മോളെ. അല്ലെങ്കിൽ ഇപ്പൊ ഞമ്മളത് കൊണ്ട് ഇക്കാന്റെ മേല് മുഴുവൻ അങ്ങോട്ട് പാരു. എന്നിട്ടാണെങ്കിലോ സ്ഥാനത്തൊക്കെ ഇട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് പൊള്ളി. അതോ ഞമ്മളെ ഞമ്മക്ക് വയ്യന്റെ മോളെ. എന്നാ ഞാൻ പോയിട്ട് വരാം. പോവല്ല മോളെ, പോവല്ല. അയ്യോ, പോവല്ല. ആരായി ചുറ്റി? അയ്യോ, കൊല്ലി. അല്ല, എന്തിനാ പിടിച്ചത്? മോളെ, നമ്മളെ മഞ്ചത് നന്നാക്കി തരുവോ? അല്ല, ഞാൻ ആരാ നിങ്ങളെ വിചാരം? നിങ്ങളെ മഞ്ച നക്കുന്ന ആളാ ഞാന്? എടീ, ഇവള് ആശാരിപ്പണി എടുക്കണ പെണ്ണല്ലേ? ഇത്താത്തെ നിങ്ങൾ ഒടുക്ക തരുമോ ചോറ്റിക? അതെ, നമ്മളെ മഞ്ച നന്നാക്കാൻ വന്ന ആളൊന്നല്ല. അത് ആശാ വർക്കറാണ് നീ. അതോ ഇത്താത്ത, നിങ്ങൾ ക്ഷമിച്ചാളി നീ. ആ ഇത്താത്തക്ക് കുറച്ച് ബുദ്ധിയില്ലായിണ്ട്. അല്ല, ആരായി കവർ ഇവിടെ കൊണ്ടിട്ടത്? ഇതാര കവറാ? നമ്മളതാണ്. എന്നാലിതാ, അതിന് 5000 പെറ്റി കിട്ടി. ഞങ്ങളുടെ പെറ്റിട്ട് തന്നാളി. എന്ത് പെറ്റി തരുന്നില്ല, അത് ഇങ്ങോട്ട് അടയ്ക്കാനാണത്. ഇതൊന്നും അറിയില്ല. എന്റെ തല്ലടിയത്, എന്റെ പൊരൽ ആരാടി ഇത് കൊണ്ടായിട്ടത്? എന്റെ ഇത്താത്ത നോട്ടം മുളക്കാത്ത നോണിയും പറഞ്ഞിട്ട് നടക്കണല്ലോ. എന്റെ തട്ടിക്കട, എന്റെ പൊരൽ പിന്നെ ഇജ്ജല്ലാതെ ആരാടി കൊണ്ടായിരുന്നത് കവറ്? എല്ലാം നിങ്ങൾ ഇങ്ങനെ കച്ചറ വിടത്ത് ആരതാന്നുള്ള തീരുമാനമായിട്ട് മതി. അതും ഇത്താത്തൻ്റെത്. ഓളതാണിത്. എന്റെ തല്ലടി ഇത്. അപ്പൊ ഇങ്ങളെ ഇതല്ല അല്ല. അപ്പൊ ഇനിയിപ്പൊ ഇതിന് ചോദിച്ച് നിങ്ങൾ വരുമോ? നമ്മളെ വരൂലല്ലോ. ആഹാ, ഇങ്ങളപ്പ കവർ അല്ലെങ്കിൽ ഞമ്മള് കോട്ടി തരാം. നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? നമ്മളെ കവർ, ഞമ്മക്ക് ഇഷ്ടമുള്ളത്. നിങ്ങൾ എന്തിനാന്ന് കരയുന്നത്? അല്ല, എന്താ അത്? ഇത് കുറ്റാന്നറിയില്ല, കവറൊക്കെ ഇങ്ങനെ നിലത്തിട്ടും കളിക്കുന്നത്. ഇത് പ്രകൃതിക്ക് ദോഷാണ് കേട്ടോ. അതൊന്നും മനസ്സിലായില്ല. അപ്പൊ എന്നും ഇതാണ് സ്ഥിരം പണി? ജോഡ് പറഞ്ഞു കേട്ടാ, ഇത് പ്രകൃതിക്കും സൗഹൃദത്തിനും ദോഷമാണ്. കബഡി സിസ്റ്റേഴ്സ് നല്ല രസമുണ്ടായിരുന്നു. 3 പേരും കൂടെ ആദ്യമായിട്ടല്ലേ? നല്ല രസമുണ്ടായിരുന്നു.
ചേച്ചിയെ അല്ല 3 പേരും 3 പേരുടെ ക്യാരക്ടർ നന്നായി ചെയ്തിട്ടുണ്ട്. നല്ല ഓളായിരുന്നു. എസ്പെഷ്യലി ഇവരാണെങ്കിൽ ഈ ഒരു കോഴിക്കോടൻ ലാംഗ്വേജ് പിടിച്ചു. ഇവരാണെങ്കിൽ നമ്മുടെ സാധാ മലപ്പുറം കാർത്തി ആ ഒരു രീതിയിൽ നന്നായി. നല്ല ഒരു എനർജിന്റെ തുടക്കത്തിൽ നല്ല തുടക്കാണ്. ഞാൻ ആദ്യമായിട്ടാ കയറുന്നത്. ആദ്യത്തെ അഭിനയാണിത്. നന്നായിരുന്നു. ബിക്കോസ് തുടക്കത്തിൽ ഒരുപാട് കോമഡി ചെറിയ കോമഡി ബിറ്റ്സ് ഉണ്ടായിരുന്നു. നിങ്ങളുടെ സ്ക്രിപ്റ്റിൽ നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിട്ട് നിങ്ങൾക്ക് പെർഫോം ചെയ്യാം. ബാറ്ററി ഇനിയും ചാർജ് ചെയ്യാനുള്ള ഒരുപാട് കഴിവുണ്ട്. സ്പെഷ്യലി നമ്മുടെ പച്ചക്കാരത്തി ഭയങ്കര ആളാണ്. ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റൂല, നിക്കാൻ പറ്റൂല, എങ്ങനെ വെപ്രാളാണ്. എന്തായാലും നന്നായിരുന്നു. സൂപ്പർ കോമഡി സിസ്റ്റേഴ്സ്. സൂപ്പർ. പച്ചക്കാരി ബാക്കി റിസൾട്ടും കാര്യങ്ങളൊക്കെ അറിയണ്ടേ? വേണം നോക്കിയാലോ? നോക്കാം. ഓക്കെ. 7,000 rupees 7,000 രൂപയാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. നമ്മളെ ഇവിടെ മത്സരിച്ച് കുറെ പേർക്ക് കാശ് കിട്ടിയില്ല. ആദ്യമായിട്ടാണ് ഫുൾ എമൗണ്ട് ഒറ്റ കുടുംബത്തിലേക്ക് പോകണം. ഫുൾ എമൗണ്ട് ഒറ്റ കുടുംബത്തിലേക്ക് 2 പേര് 2 വീട്ടിൽ നിന്ന് വരുന്നു, ഷെയർ ചെയ്യണം. അതെ, പൈസ വേണ്ടേ? ഇപ്പൊ തന്നെ പൈസ തരും. ശ്വേത ചേച്ചിയാണ് അത് ട്രാൻസ്ഫർ ചെയ്ത് തരുന്നത്. ഓക്കെ, ശ്വേത ചേച്ചി കുടുംബത്തിലേക്കുള്ള 7,000 രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ നമുക്ക് വീണ്ടും വേദിയിൽ വെച്ച് കാണണം. ആ സമയത്ത് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് നമുക്ക് അടിച്ചു പൊളിക്കണം. ഓക്കെ, താങ്ക് യു. കോമഡി മാസ്റ്റേഴ്സ് ഇനി ഒരു ഷോർട്ട് ബ്രേക്ക്. ഇവിടെ ഫേം ആക്കി അങ്ങോട്ട് ഫോക്കസ് ചെയ്യ്. എന്താ കാണുന്നേ? ചേച്ചി കാണുന്നു. ഒന്നുകൂടെ ഫോക്കസ് ചെയ്യ്. ഇപ്പൊ എന്താ കാണുന്നേ? ഒരു ബാറ്ററി കാണുന്നുണ്ട്. ബാറ്ററി കാണുന്നുണ്ടല്ലോ. ആ ബാറ്ററിയാണ് നമുക്ക് ചാർജ് കയറ്റേണ്ടത്. ചിരിപ്പിക്കാനുള്ള സാധനം ഉണ്ടോ നിങ്ങളുടെ കയ്യില്? എങ്കിൽ ചിരിക്കാൻ ഞങ്ങൾ റെഡിയാണ്. ഇത് ശരത്ത്, ഇത് ഷൈൻ. അതായത് നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്ത ആ കോമ്പറ്റീഷൻ സ്കിറ്റ് ഇവരാണ് കളിക്കാൻ പോകുന്നത്. ബാറ്ററി ഓൺ ആക്കട്ടെ. ബാറ്ററി ഓൺ ആയിക്കോളൂ. ചേച്ചിമാരെ ഒരു ഓൾ ദി ബെസ്റ്റ് കൊടുത്തേ. ആരെ കാണുന്നില്ലല്ലോ. ചേട്ടോ ഇവിടെ ആരും ഇല്ല ചേട്ടാ. നീ ആ ചുറ്റിനോ നോക്കിക്കോ, അവിടെ ആരെങ്കിലും ഉണ്ടോന്ന്. ഇവിടെ ആരും ഇല്ല, അതുകൊണ്ടാ ചോദിച്ചത്. എടാ, ആരും ഇല്ലാത്തടത്ത് വന്നിട്ട് ആരെങ്കിലും ഉണ്ടോന്ന് ചോദിക്കാൻ നിന്റെ തലയ്ക്ക് വല്ല ഓളം ഉണ്ട്. അതല്ല ചേട്ടാ ഞാൻ ചോദിച്ചേ. പിന്നെ ഇത് റൈഫിൾ ക്ലബ് അല്ലേ? അതെ. അപ്പൊ അതിന്റേതായിട്ട് ഒരു ഒച്ചപ്പാടും ബഹളമൊക്കെ വേണ്ടേ? അതാ ചോദിച്ചേ. ആരും കാണുന്നില്ല. ഒച്ചപ്പാടും ബഹളവും വേണോ? ഇല്ലയോ? എന്റെ പൊന്നുമോനെ, നീ അത് ആദ്യം പിടി. ഏത്? ആരാടാ നീ? എന്തുവാടാ നിന്റെ പേര്? ധനുമാസത്തിൽ ശാന്തൻ. ബാക്കി മാസം നിനക്ക് എന്നാടാ ദേഷ്യമാണോ? അതല്ല, പേരാ പറഞ്ഞേ. ധനുമാസത്തിൽ ശാന്തൻ. ശാന്തൻ എവിടുന്ന് വരുന്നു? ഞാൻ കൊളക്കടവീന്ന് വരുവാ. കൊളക്കടവീന്ന് വരാ. നീ എന്നാടാ ബാർ സോപ്പ്? അല്ല, ഞാൻ താഴത്തെ കൊളക്കടവീന്ന് വരുവാന്ന്. എവിടുന്നാ? താഴത്തെ കൊളക്കടവ്. ഒന്ന് പിടിച്ചേ. എന്നാ? എന്റെ പൊന്നെണ്ണ ഒരു അബദ്ധം പറ്റിയതാ, സത്യം. വീഡിയോ എടുത്തു എന്നുള്ളത് നേരാ, പക്ഷെ ഡിലീറ്റ് ആയി പോയി. ഏത് കാര്യം പറഞ്ഞേ? മറ്റേ ശാന്തയുടെ ഭർത്താവല്ലേ? അതിൽ എനിക്ക് അവരൊന്നും അറിയത്തില്ല. പിന്നെ നീ കൊളക്കടവിന്ന് വരുമെന്ന് പറഞ്ഞു. ഞാൻ താഴത്തെ കൊളക്കടവ്, ഞങ്ങളുടെ സ്ഥലപ്പേര് പറഞ്ഞതാ. തോക്കടാ. ആര് പറഞ്ഞിട്ട് വരുവാടാ നീ? ഞാൻ പാലെന്ന് പാപ്പം പറഞ്ഞിട്ട് വരുവാ. അത് പറയുമല്ലോ. പിന്നെ പാപ്പം പാലും കൂട്ടി തിന്നു വലിയ ചെയ്യുന്നത്. അതല്ലെന്ന്. പിന്നെ പാലെന്ന് പാപ്പച്ചെന്ന് പറഞ്ഞ ഒരാൾ ഫോൺ വിളിച്ചായിരുന്നു. എന്നിട്ട് എന്നാ പറഞ്ഞേ? ഹലോ എന്ന് പറഞ്ഞു. നിങ്ങൾ എന്താ പറഞ്ഞേ? ഞാനും പറഞ്ഞു. എന്ത്? ഹലോ എന്ന് പറഞ്ഞു. കഷ്ടമുണ്ട്, പ്ലീസ്, കഷ്ടമുണ്ട്. എന്റെ പൊന്നുമോനെ, എടാ എനിക്ക് അറിയത്തില്ല. നീ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ലടാ. പാലയിൽ നിങ്ങൾക്ക് ഒരു കൂട്ടുകാരനുണ്ടോ? ഉണ്ട്. പുള്ളി പറഞ്ഞിട്ട് വരുവാ. ഈ എടാ പാലയിൽ പാപ്പം പറഞ്ഞിട്ട് വരുവാ. അത് തന്നെ. ഇത് പറയണ്ടടാ നീ ആദ്യം. അത് നീയാണ് ആ കല്യാണ പയ്യനല്ലേ? എന്റെ പൊന്നു മാഷേ, എനിക്ക് കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു വേട്ടക്കാരനായേ പറ്റൂ. അതിനാടാ നീ വേട്ടപ്പട്ടിയാണോ കല്യാണം കഴിക്കാൻ? അതല്ലെന്ന്. പിന്നെ പെണ്ണിന്റെ അച്ഛൻ ഒരേ ഒരു നിർബന്ധം, ഒരു വേട്ടക്കാരനെ കൊണ്ട് മാത്രമേ കല്യാണം കഴിപ്പിക്കത്തുള്ളൂ. എന്തിന്? അത്രയ്ക്ക് ധൈര്യം വേണം. ധൈര്യം? ഒരു ധൈര്യം നിൽക്കുന്നുണ്ടോ? ചോദിച്ചിഹ്നം പോലെ. എന്റെ പൊന്നാശാനെ എങ്ങനെയെങ്കിലും പഠിപ്പിക്കുക. കഷ്ടമുണ്ട്, പ്ലീസ്. എടാ, ഞാനാരാന്നറിയാവോ? ഇല്ല. എന്റെ പേരെന്താണെന്നറിയാവോ? ഒട്ടും അറിയത്തില്ല. ഞാനാണ് പുലിമുറ്റത്തിൽ ചാണ്ടി. അപ്പൊ വീടിന്റെ മുറ്റത്ത് പുലിയൊക്കെ വരുമോന്നു? കഴിഞ്ഞ ആഴ്ച കൂടെ വീടിന്റെ മുറ്റത്ത് പുലി വന്നിട്ട് പോയതേ ഉള്ളൂ. എന്നിട്ട് പക്ഷെ എനിക്കൊന്നും സംഭവിച്ചില്ല. അതിനാ ഞാൻ അവിടെ ഇല്ലായിരുന്നു. കുഞ്ഞമ്മയുടെ മോടെ കല്യാണത്തിന് പോയേക്കും. സത്യം പറഞ്ഞാ നിങ്ങളെ ആരാ വേട്ടക്കാരനാക്കിയത്? അച്ഛൻ. എന്റെ അച്ഛൻ ആരാണെന്ന് നിനക്കറിയാവോ? ഇല്ല.
അച്ഛൻ അറിയത്തില്ലേ? ഞാൻ അമ്മയോട് പോയി ചോദിച്ചാലല്ലേ അറിയത്തില്ല. എന്നോട് ചോദിച്ചാൽ എങ്ങനെ പറഞ്ഞത്? എടാ എന്റെ അച്ഛൻ എന്ന് പറഞ്ഞ ഭയങ്കര ധൈര്യശാലിയായിരുന്നു. അതിന് പിന്നെ ഭയങ്കര പുള്ളിയായിരുന്നു പുള്ളി. അത് കണ്ടോ, മൃഗങ്ങളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തിട്ടുള്ള ആളാണ് എന്റെ അച്ഛൻ. അതെന്നെ ഒരു സിംഹത്തിന്റെ ഫോട്ടോ? അതെന്റെ അച്ഛനെ എടുത്ത സിംഹത്തിന്റെ ഫോട്ടോ. അച്ഛനെടുത്ത സിംഹവും? അച്ഛനെ കാട്ടിൽ പോയി ഒരു ദിവസം പുള്ളിമാനോട് ഫോട്ടോ എടുക്കാൻ വേണ്ടി. അച്ഛനെ കണ്ടത് പുള്ളിമാൻ ഒറ്റ ഓട്ടം ഓടും. അച്ഛൻ വിട്ടില്ല. അച്ഛൻ പുറകെ ഓടി. ഓടിട്ട് മാൻ ഓടുന്നു, അച്ഛൻ കൂടെ ഓടുന്നു. ഓടണം. മാൻ ഓടിച്ചെന്ന് മാന്റെ കുട്ടി കയറി, അച്ഛൻ ഓടിച്ചെന്ന് സിംഹത്തിന്റെ കുട്ടി കയറി. അതിന് അച്ഛൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ വെച്ചേക്കില്ല ഫോട്ടോയാണ്. ഈ സന്ദർഭത്തിൽ ചോദിക്കാൻ പറ്റുമോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചോദിക്കണം, അല്ലെങ്കിൽ അടുത്ത ഷെഡ്യൂളിൽ വീട്ടിൽ ഇരിക്കത്തതേ. ഞാൻ പറഞ്ഞത് ഞാൻ അതല്ല പറഞ്ഞത്. എങ്ങനെങ്കിലും ഒന്ന് വേട്ട പഠിപ്പിക്കോ പ്ലീസ്. അച്ഛനെ ഒരു റൈഫിൾ ക്ലബ് എന്നൊക്കെ പറയുമ്പോ ആൾക്കാർ പേടിക്കുന്ന പേര് വേണ്ട ഇടാൻ. ഈ ആതിര ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെ ഇട്ട ആരെയും പേടിക്കൂ? എന്റെ പൊന്നുമോനെ, എനിക്ക് ആകെ പേടിയുള്ളൊരു പേരാണ് ആതിര. എന്റെ ഭാര്യ. അവളെ കാണുന്നതും ആ പേര് പറയുന്നതും എനിക്ക് പേടിയാടാ. ഇന്നത്തെ കാലത്തും ഇങ്ങനെ ഭാര്യമാരെ പേടിക്കുന്ന ഭർത്താക്കന്മാരുണ്ടോ? ഈ കല്യാണം കഴിച്ചോ? കല്യാണം കഴിച്ചിട്ട് നമുക്കൊന്ന് കാണണം കേട്ടോ. അച്ഛനെ അത് ഇതും പറയാതെ തോക്കിപ്പെടുത്ത് തരാൻ പറ്റൂ? മുട്ടുകാരി എന്തെങ്കിലും എന്തിന്? തോക്കിലെ കാണാൻ എടുത്ത് വെച്ച തോക്കിപ്പെടുത്തുമല്ല, ആ തോക്ക് ഇങ്ങനെ എടുത്തു തരുമെന്ന് എനിക്ക് വെടിവെക്കാൻ. എടാ, അങ്ങനെയെങ്കിലും തോക്കെടുത്ത് തരാൻ പറ്റത്തില്ല. പിന്നെ തോക്ക് കൈവശം വെക്കണമെങ്കിൽ ലൈസൻസ് വേണം. അച്ചൂടാ, ലൈസൻസ് ഇല്ല. എന്റെ ആധാർ കാർഡ് ഉണ്ട്, അത് മതിയോ? എന്തിനാ ഉണ്ടേം തോക്കൂടെ ലിങ്ക് ചെയ്യിക്കാൻ? എന്റെ ഉള്ളതല്ലേ തരാൻ പറ്റൂ. അയ്യോ, നിനക്ക് ലൈസൻസ് വേണമെന്നല്ല പറഞ്ഞു. പിന്നെ എടാ, തോക്ക് കൈവശം വെക്കണമെങ്കിൽ തോക്കിന് ലൈസൻസ് വേണം. തോക്കിനല്ല ലൈസൻസ് വേണ്ടത്, പിന്നെ ഉണ്ടയ്ക്കാണ് ലൈസൻസ് വേണ്ടത്. ഉണ്ടയ്ക്ക് ഉണ്ടല്ലേ അച്ഛനെ സ്പീഡിൽ പോന്നെ, അപ്പൊ ഉണ്ടയ്ക്കല്ലേ ലൈസൻസ്. തലമണ്ട അടിക്കാൻ പൊടിക്കും കേട്ടോ. നിങ്ങൾ എന്നെ തല്ലൂ? നിങ്ങൾ എന്നെ തല്ലുമെങ്കിൽ എനിക്ക് ഇവിടെ പഠിക്കണ്ടേ? പിന്നെ എന്റെ 1ാം ക്ലാസ്സിലുണ്ടല്ലോ ടീച്ചർ തല്ലിയാ ഞാൻ പഠിപ്പ് നിർത്തിയത്. നിങ്ങൾ പോടാ, നീ വന്നേ. അതിനെ നീ അങ്ങനെ പോയാലോ? അതിനെ ഇത്രയും നേരം ഇവിടെ പഠിച്ചതിന്റെ പൈസ വെച്ചിട്ട് പോയാൽ മതി. അതിന് നിങ്ങൾ എന്താ പഠിപ്പിച്ച്? ഞാൻ ഇത്രയും കഥ പറഞ്ഞില്ലേടാ. അതൊരാറ് കുറച്ച് കഴിയുമ്പോ അറിയാം. കഥ പറഞ്ഞാൽ നീ പൈസ തരത്തില്ലേ? എന്റെ ഇല്ലല്ലോ. എടാ, നിന്റെ കയ്യിൽ നിന്ന് പൈസ മേടിക്കണമെന്ന് എനിക്ക് എങ്ങനെയാണെന്ന് അറിയാം. അന്നാ ഒന്ന് മേടിക്കേ. വെടിവെക്കരുത്. തോക്കി പിടിക്കരുത്. ഒരു വേട്ടക്കാരനാകാമെന്ന് നീ വേട്ടക്കാരനായല്ലോടാ. ആരെങ്കിലും ചോദിച്ചാലേ ആ വെടി നീ വെച്ചാന്ന് പറഞ്ഞാ മതി. ആ ക്രെഡിറ്റ് നിനക്കിരിക്കട്ടെ. ആശാനെ ഓടാ. സൂപ്പർ സൂപ്പർ. ഷൈൻ ആൻഡ് ശരത് രണ്ടുപേരും ഷൈൻ ചെയ്തു. ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു കേട്ടോ പെർഫോമൻസ്? എക്സലന്റ് എനർജി. ശരത് ആൻഡ് ഷൈൻ സൂപ്പർ എനർജി. നല്ലൊരു എനർജി ആയിരുന്നു. ഒരു സൂപ്പർ ഓളുണ്ടാക്കി നിങ്ങൾ. എന്തായാലും നമുക്ക് നോക്കാം എത്ര ചാർജ് ആയിട്ടുണ്ട്. യെസ്, നോക്കാം. അഖിൽ, ശരത് ബ്രോയുടെ സ്കിറ്റ് കളിക്കുന്ന കാണുമ്പോഴേ നമുക്ക് കൊതി തോന്നുന്നു. അതായത് നമ്മൾ ഈ ഇങ്ങനെ കുറെ നാൾ കൊണ്ട് നമ്മൾ ടിവിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാള് വന്ന് പെർഫോം ചെയ്യും പോലെ തോന്നിയത്. ഒരു പുതിയ ആൾക്കാരാണെന്നോ അങ്ങനെ ഒന്നും ഫീൽ ഇല്ല. കുറെ കൗണ്ടർ ഉണ്ടായി. ഞാൻ തങ്കച്ചനോട് ഇപ്പൊ ഇവിടെ പറഞ്ഞത്, ഇപ്പൊ തങ്കച്ചൻ ഇപ്പൊ ടേക്ക് എടുക്കാൻ ആക്ഷൻ പറയുന്നത് മുന്നേ പറഞ്ഞു ഉമ്മ എവിടെ നിന്നാണ് ഈ പുതിയ കൗണ്ടർ എടുത്തോണ്ട് വന്നത്? സ്ഥലം എവിടെയാ നിങ്ങളുടെ? എന്റെ സ്ഥലം നൂറിനാട്. നൂറിനാട്. ഷൈൻ്റെ അടൂര്. അടൂര്. അപ്പൊ ആ ഭാഗത്തു നിന്നാട്ടോ. കേട്ടിട്ടില്ലാത്ത തമാശകള്. അതെ, നോൺ സ്റ്റോപ്പ്. അടിപൊളിയാണ്, സൂപ്പറാണ് രണ്ടുപേരും. ഗംഭീരം. എന്താ ചെയ്യുന്നത് ശരിക്കും? ഞാൻ സത്യം പറയാ ആർട്ടിസ്റ്റ് പറയാ നാടൻ പാട്ടുണ്ട്, പിന്നെ കൈവേല, അങ്ങനെ പരിപാടി. കാരണം കൈവേല എന്ന് പറയുമ്പോ കുരുത്തോല കൈവേല അങ്ങനെ ഉണ്ട്. ഈ അമ്പലങ്ങളിൽ, അങ്ങനെ ക്ഷേത്രങ്ങളിലൊക്കെ നമുക്ക് ഇപ്പം നമ്മൾക്കിപ്പോ നമ്മുടെ കഴിഞ്ഞ മകരമാസത്തില് നമ്മുടെ ശബരിമലയിൽ ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ശബരിമലയില് ചെയ്തിരുന്നു. മകരവിളക്കിന്റെ ആണ്. ആഹാ, കൊള്ളാം. ഇവിടെ വരുമ്പോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്ത് വരണ്ടായിരുന്നോ? ശ്വേത ചേച്ചിക്ക് ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. അമ്പടാ കള്ള വീരാ. ശ്വേത ചേച്ചിക്കാണോ കൊണ്ടുവന്നേ? ഒരു തൊപ്പി, കൈവേല വെച്ച് തൊപ്പി. ഓടിപ്പെടുത്തിട്ടോ. ചേച്ചി തൊപ്പി തരൂ. ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. വനയോല രാജ്ഞി. ഇനി വരുമ്പോ ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ ഞങ്ങൾക്കും കൊണ്ടുവരണം. തീർച്ചയായിട്ടും. അല്ല, ഇത് ഓലയുടെ ഒരു പരിമിതി, അല്ലെങ്കിൽ ചേച്ചിക്ക് ഒരു ബൊക്ക കൊടുക്കണമെന്നായിരുന്നു ഭയങ്കര വലിയൊരു ബൊക്ക. അല്ല, വരേണ്ടി വരും. ഇനി അടുത്ത് ബൊക്ക ഞങ്ങൾക്കൊരു ചക്കയെങ്കിലും തരും.
എല്ലാവർക്കും അടുത്തോട്ട് വരുമ്പോ എല്ലാവർക്കും കൂടി. അപ്പൊ നിങ്ങൾ ഇവിടെ ചെയ്ത സ്കിറ്റ് എത്രത്തോളം ചാർജ് ആയെന്നുള്ളത് നമുക്ക് നോക്കണ്ടേ? തീർച്ചയായിട്ടും നോക്കട്ടെ. പിന്നെ ഓക്കെ ബാ. അയ്യടാ, എന്ത് തോന്നി? എക്സ്പെക്ട് ചെയ്തിരുന്നോ? സത്യമായിട്ടും ഇല്ല. ഇല്ല. ഒരിക്കലും ഇല്ല. പക്ഷെ നിങ്ങളുടെ കൗണ്ടേഴ്സ് ഭയങ്കര അടിപൊളിയായിരുന്നു. മണി 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 പോലെയായിരുന്നു പോയിക്കൊണ്ട്. സന്തോഷായില്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ഇനിയും അടിപൊളിയായിട്ട് പെർഫോം ചെയ്ത് മുന്നോട്ടേക്ക് വരാം. പറഞ്ഞോളൂ ചേട്ടാ. എനിക്കൊരു വൈഫുണ്ട്, 2 മക്കളുണ്ട്. അപ്പം പുള്ളിക്കാരി എപ്പോഴും ചോദിക്കും, ഇതിന്റെ പുറകെ നടന്നിട്ട് നമുക്ക് എന്തെങ്കിലും നിങ്ങൾ എവിടെയെങ്കിലും എത്തിപ്പെടുവോ? കാരണം അറിയാം, അച്ഛൻ ജോലിക്കാരനാണ്, അമ്മയും ജോലിക്കാരാണ്. അമ്മ BSL ആയിരുന്നു, അച്ഛൻ എയർഫോഴ്സ് ആയിരുന്നു. അപ്പം ഞാൻ മാത്രം എന്താണ് ഇങ്ങനെ എന്നൊരു ചോദ്യം ഇവരുടെ മുമ്പിൽ പലരും ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം കല്യാണം കഴിഞ്ഞ 2 മക്കളും ഉണ്ട്. ഇവനെന്താ ചെയ്യുന്നത്? ഇവനിപ്പോഴും സ്റ്റേജ് പരിപാടിക്ക് പോവുക, അവൻ പരിപാടി കളിച്ച് നടക്കുക. നമുക്കും അത് കേൾക്കുമ്പോൾ നമുക്കും ബുദ്ധിമുട്ടാണ്. മനസ്സിലായി. പക്ഷെ ഇതിപ്പോ കാണുന്നവർക്ക് മനസ്സിലാവും, നമ്മൾ 30 ദിവസം കൊണ്ട് പണിയെടുക്കുന്നത് ചിലപ്പോ ഒരു സ്കിറ്റ് കൊണ്ട് ചില 6 മിനിറ്റ് കൊണ്ട് നമുക്ക് സാധനങ്ങൾ ഒപ്പിക്കാൻ പറ്റും. ഇല്ല അങ്ങനെ ചോദിച്ചില്ലേ മോനെന്താ ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചവർക്ക് എല്ലാവർക്കും മറുപടി ഉടനെ തന്നെ കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഇത് ചെയ്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇനി അടുത്ത സ്കെഡ്യൂൾ വരുമ്പോ വരത്തില്ലയോ? അതിന്റെ ഉള്ളിൽ 3 മിനിറ്റിനുള്ളിൽ ഇതിലും വലിയ എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ 50,000 വരെ എത്തും. അത് കഴിഞ്ഞ് മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ 75,000 രൂപ വരെ കിട്ടും. ഇതൊക്കെ ഇവിടെ പറയുന്നുണ്ടെങ്കിലും അളിയാ ഷൈൻ ചെയ്യണം. ഒരു സൈഡിൽ കിടന്ന് തിളയിക്കൊണ്ടിരിക്കാന്ന് അറിയാം. എന്താ ചെയ്യുന്നേ? ഞാൻ പെയിന്റിംഗ് ആണ്. ഓക്കെ. അപ്പൊ വീട്ടിലും നാട്ടിലും എല്ലാവരും ഞങ്ങളുടെ അന്വേഷണമൊക്കെ പറയണം. അടുത്തവിടെ ഉഷാറായിട്ട് വരണം. പക്ഷെ അടുത്ത പ്രാവശ്യം വരുമ്പോ ഞങ്ങൾക്ക് കുറച്ചുകൂടെ എക്സ്പെക്ടേഷൻ ഹൈ ആയിരിക്കും. മാക്സിമം ശ്രമിക്കും. ശരി. അല്ല പൈസ വേണ്ടേ? പൈസ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നമ്മള് നേരത്തെ തോക്ക് ചൂണ്ടിയില്ലേ ശ്വേത ചേച്ചി വേണം ഇട്ട് തരാൻ. ആദ്യം ഭയപ്പെടുത്തിയെങ്കിലും പിന്നെ സന്തോഷം തന്നില്ല. അയ്യടാ, ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് ഇവിടെ കാണും. പൈനാപ്പിൾ തലയെ വെച്ചേക്കുമ്പോൾ തോന്നുന്നു. ഇതാ 30,000 റുപ്പീസ് നിങ്ങളുടെ അക്കൗണ്ടിൽ കയറിയിരിക്കാണ്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പം അടുത്ത അവിടെ വരുമ്പോ അടിപൊളിയായിട്ട് ഇതിലും കൗണ്ടേഴ്സുമായിട്ട് വരാം. ഒന്ന് ചിരിക്കണയോ? എനിക്ക് നമുക്കൊരു ബ്രേക്ക് എടുത്താലോ? യെസ്. കോമഡി മാസ്റ്റേഴ്സിൽ ഒരു ഷോർട്ട് ബ്രേക്ക്. ഇന്ന് ലാലേട്ടന്റെ ബർത്ത്ഡേ സ്പെഷ്യൽ എപ്പിസോഡ് നമ്മളിങ്ങനെ ആഘോഷിച്ച് വരിക. നമ്മളെല്ലാവരും മനോജ് യാദവ് ലാലേട്ടനെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടാവും, ആക്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ ചേച്ചിമാര് ലാലേട്ടനെ ഇതുവരെ കണ്ടിട്ടില്ല. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. ലാലേട്ടന്റെ കൂടെ ഡാൻസ് കളിക്കാൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്നാ ചെയ്യും? ഞങ്ങക്ക് അറിയും പോലെ കളിക്കും. അത്രേ ഉള്ളൂ. ലാലേട്ടനോട് ഡാൻസ് കളിക്കുന്നേ കളിക്കും. എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദാ കൊണ്ടുവരുന്നു കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ ലാലേട്ടനെ. തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? വഞ്ചനയും ചതിയും ഞാൻ വെച്ച് ഉറപ്പിക്കില്ല. ഇവിടെ ഒരു നിയമമേ ഉള്ളൂ, അത് നീ ആയിരുന്നാലും ശരി, ഞാനായിരുന്നാലും. ശേഖരൻകുട്ടി, നീ മന്ത്രിയുടെ അല്ല ചക്രവർത്തിയുടെ മകനായാലും ശരി, നിന്റെ പെറുക്കിത്തരം നിന്നെ വിട്ടുപോകില്ല. ഐ പിറ്റി യു ബാസ്റ്റർഡ്. ഇന്നു മുതൽ നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. സാഗർ ഏലിയാസ് ജാക്കി. അടിപൊളി. ഹലോ സാഗർ ഏലിയാസ് ജാക്കി, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. ശരിക്കുള്ള പേര് ഹരീഷ് ഏട്ടൻ അല്ലേ? ഹരീഷ് കോഴിക്കോട് നിന്ന് വരുന്നു. കോഴിക്കോട് തിരുവമ്പാടിക്ക് അടുത്ത് തോട്ടത്തുംകട എന്ന സ്ഥലത്ത്. ഇത് ഫസ്റ്റ് ചെയ്തത് എങ്ങനെയായിരുന്നു? ആരെങ്കിലും പറഞ്ഞിട്ടാണോ അതോ സ്വന്തമായിട്ട് തോന്നിയിട്ടാണോ? എന്റെ കൂടെ മോളായിരുന്നു. പിന്നെ UKG പഠിക്കുമ്പോൾ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചാണ്. ഫസ്റ്റ് സ്ഫടികം സിൽക്കായിട്ട് മോൾ എന്റെ കൂടെ കൂടി. ഓ അങ്ങനെ കൊള്ളാം. അപ്പൊ എന്തായാലും ചേച്ചിമാരുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ലാലേട്ടനോട് ഡാൻസ് കളിക്കാനായിരുന്നു. ചേച്ചിമാരെ റെഡി ആണോ? റെഡി എങ്കിൽ വായോ. ലാലേട്ടൻ ആൻഡ് ഗേൾസ് റെഡി ആണോ പെർഫോം ചെയ്യാൻ? അടിപൊളി. എന്നാ തകർത്തോളൂ. ഓൾ ദി ബെസ്റ്റ്. മ്യൂസിക്. വീരൻ പടയുടെ വൻമുടിയേറ്റി കൊട്ടിക്കേറും താളം. ഇത് മുള്ളൻ കൊല്ലിക്കുന്നിൻ മേലെ കാവടി എന്തും മേളം. ഇന്നക്കരയുള്ളവൻ ഇക്കരയെത്തും തക്കിടി തകിടടി മേളം. ഇത് മാമലമേലെ സൂര്യനുദിക്കും പുലരിക്കതിരിൻ വെള്ളിത്തേരെ. കാടും മലയും പുഴയും കടന്ന് കയറി വരുന്നൊരു പള്ളിത്തേരാണേ. വെലുരുദാഹരോഹരാഹോ വെലയുദാഹരോഹ
ബർത്ത്ഡേ ലാലേട്ടാ. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടാ. With this, നമുക്ക് അടിപൊളിയായിട്ട് വൈൻഡപ്പ് ചെയ്താലോ? പിന്നെ എങ്കിൽ നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.